സംസ്ഥാനത്ത് അതിശക്തമായ മഴ ചിലയിടങ്ങളിൽ തുടരുന്നു. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്നും മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ടിന് നേരിയ ശമനമുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ മഴ പെയ്യുന്നുവെന്ന് നമ്മുടെ ചില പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കാണ്, കടലിൽ പോകരുത്. ഷബീദ് റാവുത്തർ ചേരുന്നു. ഗുഡ് മോർണിംഗ് ഷബീദ്. തിരുവനന്തപുരം നഗരത്തിലെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പറയൂ. SK, നമ്മൾ ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് കാര്യമായ മഴ തിരുവനന്തപുരത്തില്ല. പക്ഷേ ചില പ്രദേശങ്ങളിൽ, തിരുവനന്തപുരം ജില്ലയുടെ ചില മലയോര മേഖലകളിലടക്കം ഇപ്പോൾ നേരിയ തോതിലുള്ള മഴയുണ്ട്. നഗരത്തിൽ മഴച്ചാറ്റലുണ്ട്. പക്ഷേ അത് പൂർണ്ണ അർത്ഥത്തിൽ ഇങ്ങനെ സ്റ്റേബിളായി പോകുന്നില്ല എന്നുള്ളതും ഏറ്റവും ഒരു കാര്യമായി നമുക്ക് പങ്കുവെക്കാനുണ്ട്. കാരണം ഇന്നലെയൊക്കെ ഈ സമയത്ത് വലിയ മഴയായിരുന്നു തിരുവനന്തപുരം നഗരത്തിലടക്കം. പക്ഷേ ഇന്ന് ആ അവസ്ഥയില്ല. ആളുകളൊക്കെ ജോലിക്ക് പോകുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വരുന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് അടുത്ത 3 മണിക്കൂർ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അതാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത്. അതേസമയം ഇന്ന് സംസ്ഥാനത്ത് അതിതീവ്ര മഴ സാധ്യതാ പ്രവചനമുണ്ട്. മാത്രവുമല്ല, തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇതിനോടകം തന്നെ നൽകിയിട്ടുള്ളത്. 14 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് സ്ഥലങ്ങളിൽ ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ 11 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ വലിയ ജാഗ്രത ആളുകൾ പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിലടക്കം കാര്യമായ മഴയുണ്ടാകും. ഒരു പ്രത്യേക തരത്തിലുള്ള മഴയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ വെള്ളപ്പൊക്കം അതേപോലെ തന്നെ അടക്കമുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് നിലവിലത്തെ പ്രവചനം. ഈ താഴ്ന്ന പ്രദേശങ്ങളിലും നഗരങ്ങളിലും വെള്ളക്കെട്ടടക്കമുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ആ സാഹചര്യത്തിൽ അവിടങ്ങളിലെ ആളുകളും ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. അതേസമയം തീരദേശ മേഖലയിൽ കേരള തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. അതിൽ മഴയ്ക്കൊരു ആശ്വാസമുണ്ട് എന്നുള്ള കാര്യം വാസ്തവമാണ്. പക്ഷേ ഒരുപക്ഷെ 11 മണിയോട് കൂടിയ അവസ്ഥ മാറാമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ അല്ലെങ്കിൽ കണക്ക് കൂട്ടൽ. ഓക്കെ താങ്ക് യു ഷബീദ് റാവുത്തർ. എന്തായാലും വീണ്ടും നമുക്കൊപ്പം ചേരുക. മഴ പ്രശ്നമുണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് നേരിട്ട് റിപ്പോർട്ടുകളുമായി വരും. ബെനഡിക്റ്റോ ഡേവിസ് പറയുന്നു, ഒരുപക്ഷെ ഈ ചെന്നൈയിൽ മരിച്ച ആ കുഞ്ഞിൻ്റെ അമ്മ രമ്യ മരിച്ചത് വീട്ടുകാരുടെ സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടായിരിക്കും. സോഷ്യൽ മീഡിയ മാത്രമാക്കണമെന്നില്ല, അവരെ വീട്ടിൽ ഒറ്റപ്പെടുത്തി കാണും. താങ്കൾ പറഞ്ഞത് ശരിയാണ്. സത്യത്തിൽ ഈ 7ാം നിലയിലിരുന്ന് കുഞ്ഞിന് ഭക്ഷണം, 7 മാസം പ്രായമുള്ള കുഞ്ഞിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കൈവഴുതി കുഞ്ഞ് താഴേക്ക് പോയതും 1ാം നിലയിലെ പാരപ്പെട്ടിൽ അത് തങ്ങി നിന്നതും ആ കുഞ്ഞ് രക്ഷപ്പെട്ടതും. 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണവർ. അവരെ യഥാർത്ഥത്തിൽ പല കാരണങ്ങൾ പറഞ്ഞ് വീട്ടുകാരിൽ ചിലരും വല്ലാതെ നോവിച്ചു എന്നുള്ളത് സത്യമാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിലെ അക്രമമായിരുന്നു ഏറ്റവും അസഹനീയമായത് എന്നതാണ് യാഥാർത്ഥ്യം.